ഇപ്പൊ ഏകദേശം ഒരു 11:30 ഞാൻ ഇന്ന് വൈകുന്നേരം ഓഫീസിൽ തിരിച്ച് റൂമിലെത്തിയ സമയത്ത് ഇന്ന് എന്താ അറിയില്ല, എനിക്ക് ഭയങ്കരമായിട്ടൊരു മടുപ്പ് ഫീൽ ചെയ്യുന്നത്, ഒരു ബോറിങ് ഫീൽ ചെയ്യുന്നത്. കാരണം എപ്പോഴും സെയിം റുട്ടീൻ ഉണ്ട്. രാവിലെ 9 മണിക്ക് എണീക്കുന്നു, 6 മണിക്ക് 9 മണിക്ക് എണീക്കുന്നു, പണിക്ക് പോകുന്നു, തിരിച്ചൊരു 6 മണിയാകുമ്പോൾ തിരിച്ച് റൂമിലെത്തുന്നു, എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നു, ഫുഡ് കഴിക്കുന്നു, വീണ്ടും ഉറങ്ങുന്നു, വീണ്ടും എന്ത് ചെയ്യാ, പണിക്ക് പോകുന്നു. ഞാൻ പണ്ടൊക്കെ വിചാരിച്ചത്, സ്കൂളിലും കോളേജിലും പഠിക്കുന്ന സമയത്ത് ഞാൻ വിചാരിച്ചൊരു കാര്യം എന്താ വെച്ചാൽ, ഒരു പണിയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാനും അല്ലെങ്കിൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റൊക്കെ പറ്റും എന്നാണ്. പക്ഷെ പിന്നീട് എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഇതും സെയിം തന്നെയാണ്. കാരണം ദിവസം രാവിലെ 9 മണിക്ക് എണീക്കണം, 6 മണിയാകുമ്പോൾ തിരിച്ചു വരണം, ആഴ്ചയിൽ ഒരു ഞായറാഴ്ചയൊക്കെ ലീവ് കിട്ടും. ആ ഒരു ഞായറാഴ്ചയാണെങ്കിൽ റൂമിൽ കടന്നുറങ്ങുകയും ചെയ്യും. അപ്പൊ ഞാൻ കുറെ കാലമായി ഞാൻ ഇപ്പോൾ ഏകദേശം ഒരു 5 കൊല്ലമായി യു എയിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പൊ ഞാൻ ഇങ്ങനെ എപ്പോഴും വിചാരിക്കും മതിയാക്കണം, നാട്ടിൽ പോകണം എന്നൊക്കെ. പക്ഷെ എല്ലാരും പോലെ തന്നെ നമുക്ക് പെട്ടെന്ന് മതിയാക്കി പോകാൻ പറ്റില്ല. കാരണം നമുക്ക് പല കമ്മിറ്റ്മെന്റ്സ് ഉണ്ടാവും, അതുപോലെ തന്നെ പല റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ പെട്ടെന്ന് മതിയാക്കിയാലും പോകാനും പറ്റില്ല. പക്ഷെ എന്തായാലും ഇന്ന് എന്ത് ചെയ്തു, ഞാൻ റൂമിൽ ഫുഡൊക്കെ കഴിച്ചിരിക്കുന്ന സമയത്ത് ഞാൻ കുറെ കാലമായി വിചാരിക്കുന്ന ഒരു ബ്ലോഗ് സ്റ്റാർട്ട് ചെയ്യണം, ഒരു ലോങ് ആയിട്ടുള്ള ഒരു വീഡിയോ എടുത്ത് റെക്കോർഡൊക്കെ ചെയ്തിട്ട് യൂട്യൂബിലൊക്കെ അപ്ലോഡ് ചെയ്യണം എന്ന്. അത് അതുകൊണ്ട് തന്നെ എന്ത് ചെയ്തു, ഞാൻ റൂമിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഒന്നും നോക്കിയില്ല, ഫോൺ എടുത്ത്, എൻ്റെ കയ്യിൽ ഒരു മൈക്കും ഉണ്ടായിരുന്നു, അതെടുത്ത് എന്ത് ചെയ്തു, ഞാൻ പുറത്തേക്ക് ഇറങ്ങി. പക്ഷെ റൂമിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് എൻ്റെ മൈൻഡിൽ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. കുറേ കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കണം, കുറേ കാര്യങ്ങളെ കുറിച്ച് പറയണം എന്നൊക്കെ. പക്ഷെ എന്താ അറിയില്ല, പുറത്തിറങ്ങി ക്യാമറന്റെ റെക്കോർഡ് ബട്ടൺ ക്ലിക്ക് ചെയ്തതിനു ശേഷം എന്താണെന്നറിയില്ല, മൈൻഡൊക്കെ ഫുള്ള് ബ്ലാങ്ക് ആയി. അതുമല്ല, ഇന്ന് എന്താ അറിയില്ല, പുറത്ത് നല്ല ചൂടും ഉണ്ട്. അപ്പം ഞാൻ പുറത്തൊക്കെ ഇറങ്ങി വ്ളോഗൊക്കെ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എനിക്കറിയാം എൻ്റെ വീഡിയോ ആരും തന്നെ കാണാനും പോകുന്നില്ല, അല്ലെങ്കിൽ ലൈക്ക് ചെയ്യാനോ അല്ലെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും പോകുന്നില്ല. പക്ഷെ ഒരു കണക്കിന് അതൊരു നല്ലൊരു കാര്യം തന്നെയാണ്. കാരണം ഒരു തുടക്കത്തിലൊരു 20 അല്ലെങ്കിൽ ഒരു 50 ഒരു 40 വീഡിയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ എനിക്ക് എൻ്റെ പ്രസന്റേഷൻ അല്ലെങ്കിൽ സ്റ്റോറി ടെല്ലിംഗ് സ്കില്ല് എനിക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ഈ ക്യാമറയുള്ള ഫിയറും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് എനിക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ഈ സമയത്ത് എന്നെ ആരും ജഡ്ജും ചെയ്യുകയും ചെയ്യില്ല. അപ്പം അതൊരു നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഇന്നൊരു വ്ളോഗ് തന്നെ സ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിച്ചത്. പിന്നെ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, ഞാൻ വിചാരിച്ചു ഒരു 30 മിനിറ്റ് അല്ലെങ്കിൽ 20 മിനിറ്റിൽ ഒരു വീഡിയോ ചെയ്യാന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണെന്ന്. പക്ഷേ ഈ റെക്കോർഡ് ചെയ്യാൻ ഞാൻ എൻ്റെ വീഡിയോ എടുത്ത് റെക്കോർഡ് ചെയ്യാൻ തുടങ്ങിയ സമയത്ത് എനിക്ക് മനസ്സിലായത് അത് അത്ര ഈസിയുള്ള ഒരു കാര്യമില്ല. കാരണം ഞാൻ റൂമിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് എൻ്റെ മൈൻഡിൽ പല കാര്യങ്ങളുണ്ടായിരുന്നു. റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ പറയണം അല്ലെങ്കിൽ അങ്ങനെ പറയണം എന്നൊക്കെ. പക്ഷെ എന്താണെന്നറിയില്ല, എനിക്ക് എൻ്റെ മൈൻഡ് ഫുള്ള് ബ്ലാങ്ക് ആയി. അതുപോലെ തന്നെ ഞാൻ ഇടക്ക് പറയുന്ന സമയത്ത് എൻ്റെ വേർഡ് എന്ത് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ ക്ലോഗ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഐ ഹോപ്പ് ദാറ്റ് ഒരു ദിവസം ഐ വിൽ ചേഞ്ച് ഇറ്റ്. കാരണം സംതിങ് ഈസ് ബെറ്റർ ദാൻ നത്തിങ് എന്നല്ലേ. എന്തെങ്കിലും ചെയ്യാണ്ടിരിക്കുന്നതിനെക്കാട്ടി എത്ര നല്ലതാണ് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത്. കാരണം നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ എപ്പോഴെങ്കിലും നമുക്ക് അതിൻ്റെ ഒരു റിസൾട്ട് നമുക്ക് കാണാതിരിക്കില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ ഞാൻ വ്ളോഗ് ചെയ്യുന്ന സമയത്ത് എൻ്റെ സെയിം റുട്ടീൻ തന്നെ ആയിരിക്കും എപ്പോഴും ഉണ്ടാവും. ഞാൻ ഡെയിലി ഒരു 9 മണിക്ക് ഡ്യൂട്ടിക്ക് പോകുന്നുണ്ടാവും, തിരിച്ചൊരു 6 മണിക്ക് വരുന്നുണ്ടാവും, ആഴ്ചയിൽ ഒരു ഞായറാഴ്ച ലീവ് കിട്ടുന്നുണ്ടാവും. ആ സമയത്തൊക്കെ എനിക്ക് ഫ്രീ ഉണ്ടാകുന്ന സമയത്ത് ഞാൻ ഇതുപോലെ ഒരു വ്ളോഗ് എടുത്ത് റെക്കോർഡ് ചെയ്ത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യണം എന്നാണ് എൻ്റെ ഒരു ഇപ്പോഴത്തെ ഒരു പ്ലാൻ എന്ന് പറയുന്നത്. എനിവേ, ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യാം. താങ്ക് യു ഓൾ.